വലിയ ദേവാലയം കെട്ടൽ, കൊട്ടാരത്തെയും ദേവാലയത്തെയും കാക്കാൻ കോട്ടകൾ, അധികാരത്തിന്റെ കെട്ടുകഥകൾക്ക് മുകളിൽ ഈ ഞാൻ, പിന്നെ നീ, ഭാഗ്യനിർഭാഗ്യങ്ങളുടെ വിധാദാതാവായി പുലരാൻ ഒരുപാട് ഇരകൾ. ലോകത്തിലെ അറിയപ്പെടുന്ന ധനികൻ അധികാരത്തിന്റെ നാഴികകളിൽ നുഴഞ്ഞു കയറി പെൺസത്വത്തെ വിലക്കു കൊടുത്ത നീചജീവി. കിരീടങ്ങളും ചെങ്കോലുകളും എത്രമാത്രം നീതിരഹിതവും ദുർഗന്ധമരിതവുമാണെന്ന് കാലം ഒരിക്കൽ കൂടി സാക്ഷ്യപ്പെടുത്തുന്നു. ഇസ്രായേലി പട്ടാളത്തിന്റെ 300 വെടിയുണ്ടകൾ അവൾ ഇന്ന കാറിൽ തട്ടിയപ്പോ അവൾ ഉറക്കെ പറഞ്ഞിരുന്നു, എന്നൊന്ന് രക്ഷിക്കണേന്ന്. നിങ്ങൾ ആരേലും കേട്ടീന്നോ? സുഡാനിലുള്ള ഉമ്മാര് സങ്കടപ്പെട്ട് സ്വന്തം വീട് കത്തി നശിക്കുമ്പോ സ്വന്തം മക്കളെ ഒരു മുമ്പിലിട്ട് ബലാത്സംഗം ചെയ്യുമ്പോ കരഞ്ഞു പറഞ്ഞീന്. നിങ്ങൾ ആരേലും കേട്ടിരുന്നോ? അഭയാർത്ഥി കുട്ടി മുങ്ങി മരിച്ചപ്പോ കരഞ്ഞു പറഞ്ഞിരുന്നു. ആ ഫോട്ടോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഹിന്ദ് റജബിന്റെ ഒച്ചല്ലേ ഇന്ത്യയിൽ നിയമപ്രകാരം കേൾക്കാനേ പാടില്ലല്ലോ. നമ്മളെ വീട്ടിലെ ഗ്യാസിന് വില കൂടിയപ്പോഴാണ് ഞമ്മളൊക്കെ ഒന്ന് ഞെട്ടിയത്. അതുവരെ ഇല്ലേ മരിച്ചതൊക്കെ ആർക്കോ മക്കളായിരുന്നു. യുദ്ധമൊക്കെ ഏതോ നാട്ടിലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, മനസ്സകന്നൂന്ന്. മനസ്സകന്നപ്പോഴേ അതിർത്തി ഉണ്ടായി. ഇനി എത്ര കാലാ നമ്മള് മിണ്ടാതെ നടക്കുക? ഇനി എത്ര കാലാ നമ്മള് കേൾക്കാതെ നടക്കുക? ഇനി എത്ര കാലാ നമ്മള് കാണാത്ത പോലെ നടക്കുക? ഇനി എത്ര കാലാ നമ്മള് നടക്കുക? പതിയുടെയും വെറുപ്പിന്റെയും ആശയയുദ്ധങ്ങൾക്കൊടുവിൽ പിറന്ന മണ്ണും സംസ്കാര സ്വത്വവും നഷ്ടപ്പെട്ട് അവയെല്ലാം കേവലം രേഖാചിത്രങ്ങളായി മാത്രം മനസ്സിൽ അവശേഷിപ്പിച്ച അഭയാർത്ഥി ജനസമൂഹങ്ങൾ, അധികാര സ്ഥാപനങ്ങളുടെ തീറ്റയായി മാറിയ ആൾക്കൂട്ടങ്ങൾ, അതിജീവിതർ ഇന്നും അധികാരികൾ മാത്രം. അവരെ മാത്രം ബാധിക്കാത്ത ദുരന്തം അവരെ മാത്രം തിരഞ്ഞെടുക്കപ്പെട്ടവരാക്കുന്നു.
നാർക്കോട്ടിക്സ് ബിസിനസ് എന്നീ കറുത്ത കഴുകൻ നിഴൽ വീഴ്ത്തിയ വർത്തമാനകാലം. പശ്ചിമേഷ്യ വഴി ഹെറോയിൻ, വെസ്റ്റ് ആഫ്രിക്ക വഴി കൊക്കൈൻ, അങ്ങനെ ലോകത്തിലെ ഇടനാഴികകളിലെല്ലാം ബ്ലാക്ക് സ്കോർപ്പിയൻസ് പണത്തിനു വേണ്ടി കാവൽ നിൽക്കുന്നു. ഞാനിനി എന്താണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സാമൂഹ്യ പാഠം, ഇംഗ്ലീഷിൽ ഇതിനെ സോഷ്യൽ സയൻസ് എന്ന് പറയും. സാമൂഹ്യ പാഠവും സോഷ്യൽ സയൻസ് ഒക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ഇന്ന് വേറെ ചില കാര്യങ്ങൾ സംസാരിക്കാം. എന്താ? ഇന്ത്യയുടെ, ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ആരാണ്? ആരാണ് നിങ്ങളെ ഈ വിഡിത്തൊക്കെ പഠിപ്പിച്ചത്? ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് ഗാന്ധിയല്ല, സവർക്കർ. എന്താ പഠിപ്പിച്ചത്? ആരാ ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ്? ഗാന്ധിജി എന്നല്ലേ നമ്മളെ പഠിപ്പിച്ചു സാറേ? ഗാന്ധിജി അല്ലേ? അതെ സാറേ, ഗാന്ധി തന്നെയാ. ഇനി അവർ പറയട്ടെ. പറമക്കളെ, ആരാ നമ്മുടെ രാഷ്ട്രപിതാവ്? നൂറ് സിംഹാസനങ്ങളിലെ ധർമ്മപാലനോട് അവർ ചോദിച്ചിരുന്നു, ഒരു ഭാഗത്ത് ന്യായവും മറുഭാഗത്ത് ഒരു നായാടിയും ഇരുന്നാൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? ധർമ്മപാലന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: നായാടിയെയും മറ്റൊരു മനുഷ്യനെയും രണ്ടു വശത്ത് നിർത്തുമ്പോൾ തന്നെ സമത്വധർമ്മത്തിൽ അവർ അനീതിക്കിരയായി കഴിഞ്ഞു. മാനവികതയുടെ നവപാഠങ്ങൾ പരിശീലിക്കേണ്ട കലാലയങ്ങളിൽ നിറഭേദത്തിന്റെയും വംശവെറുപ്പിന്റെയും കാഷായ ഭാഷയല്ലേ തികട്ടി വരുന്നത്? എന്താ കാര്യം? ഇത് ഞാൻ പറഞ്ഞതല്ലേ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇത് ശരിയാവില്ലത്. രാവിലെ തന്നെ ഓരോന്ന് വരും. എടോ, ഇത് മൊത്തം എനിക്കൊന്ന് തീർക്കാണ് വർക്കാണ്. നാളെ കാണാൻ നീ വാ.
എന്നെ ആദ്യം വിളിച്ചത് എന്നെ അമ്മ. അഴിമതി അരങ്ങുവാഴുന്ന കാലത്ത് അച്ഛനും അമ്മയും പിന്നെ ഞാനും ആ ഓമന പേരിനെ തെറ്റില്ലാതെ സ്വീകരിക്കുകയാണ്. കൈകൾ ശുദ്ധമാണോ എന്ന് ആത്മപരിശോധനയ്ക്ക് സമർപ്പിക്കുന്നു. ചൂരൽമലയിൽ മലകൾ പിളർന്ന് ഉരുളൻ പാറകൾ തിമിർത്തു വന്ന കാളരാത്രിയിൽ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ട അമ്മയും കുഞ്ഞും എത്തിപ്പെട്ടത് ഒരു കൊമ്പന്റെ കാൽച്ചുവട്ടിലായിരുന്നു. അമ്മ നിസ്സഹായായി തേങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, രക്ഷിക്കണം. സഹ്യന്റെ മകൻ ചെവികളിൽ പതുക്കെ ആട്ടി. പ്രഭാതത്തിന്റെ വെള്ളക്കീറുവരെ അമ്മയും കുഞ്ഞും കൊമ്പന്റെ ചുവട്ടിൽ രാപ്പാർത്തു. മലയുടെ മുകളിൽ മഴുവോങ്ങിയ മനുഷ്യന്റെ ആർത്തി ഓർത്ത് കോപിക്കാതെ ആ സഹ്യപുത്രൻ എത്രമാത്രം സ്നേഹമാണ് ചൊല്ലുന്നത്. ആ കരുതലിന് പ്രകൃതിയോടും ഇതര ജീവികളോടും നന്ദി കാണിക്കാൻ നാം ഇനിയും വൈകിക്കൂടാ. അറേബ്യൻ രാജകുമാരൻ സോഫിയയെ കണ്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടു. സോഫിയ എന്ന യന്ത്ര മനുഷ്യന് സൗദി പൗരത്വം നൽകുകയും ചെയ്തു. അത്രമേൽ പരസ്പര പൂരകമായിരിക്കുകയാണ് ഇന്ന് മനുഷ്യനും മാധ്യമ ടെക്നോളജികളും. ഈ കൊടുക്കൽ വാങ്ങലുകൾക്കിടയിലെ ബ്ലാക്ക് ഹോളുകളിൽ നമുക്ക് ഇത്തിരിയെങ്കിലും ജാഗ്രത കാണിക്കാം.
ലോകപ്രശസ്ത മാന്ത്രിക കഥയുടെ ഹേതുവായ സ്പൈഡർ ഒരുക്കിയ 8 ദൃശ്യങ്ങളിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചത്. യഥാർത്ഥത്തിൽ ഈ കഥ ഇങ്ങനെ ആയിരുന്നില്ല. തേടി നടക്കുകയും അലഞ്ഞു തിരിയുകയും പക്ഷിമൃഗാദികളോട് സംസാരിക്കുകയും ചെയ്ത മനുഷ്യൻ മാത്രമേ കഥയിലായാലും ജീവിതത്തിലായാലും മാന്ത്രികത കൈവരിച്ചിട്ടുള്ളൂ. സ്പൈഡർ കഥകളും ഒരു വേള ഈ മാന്ത്രികത കൈവരിച്ചിരുന്നു. കഥായാത്രയിൽ എവിടെ വെച്ചോ അധികാരത്തെയോ ദൈവത്തെയോ ചെകുത്താനെയോ കൂട്ടുപിടിക്കേണ്ടി വന്നപ്പോഴാണ് മാനവികത നഷ്ടപ്പെട്ട പുതിയ കഥകൾ പിറന്നത്. നമുക്ക് തിരിച്ചു പിടിക്കാം മാന്ത്രിക കഥകളിലെ മാനവികതയും മനുഷ്യ കഥകളിലെ സ്നേഹത്തെയും സഹിഷ്ണുതയും. നന്ദി.